എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാസ്മിൻ കാവ്യ. ജാലകത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ മുഖാമുഖം കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്. അറിയില്ല നമുക്ക് എങ്ങനെയാണ് അവസ്ഥകൾ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. നമുക്ക് ഇന്ന് പോട്ട് പെയിൻറ്റിങ് എന്ന് പറയുന്ന ഒരു ആർട്ട് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മിക്കവാറും കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ വെക്കേഷൻ കാലത്ത് പലരും ചെയ്തിട്ടൊക്കെ പിന്നെ വാട്സപ്പിലും ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട്. എനിക്കും എൻ്റെ കുട്ടികളൊക്കെ വാട്സപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് വരയ്ക്കാനൊന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില വിദ്യകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന കറിക്കലങ്ങളൊക്കെ ഉപയോഗിച്ച് പോലും നമുക്കത് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ വേണ്ടത് കുറച്ച് പെയിൻ്റാണ്. അത് ഞാൻ മുതിർന്ന ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലേ. അപ്പോൾ നിങ്ങളിനി കുട്ടികൾക്ക് സ്വീറ്റ്സ് അല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അവരുടെ ഒഴിവ് സമയം ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിലവഴിക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള പെയിൻറ്റുകൾ, ഇപ്പോൾ എന്താണ് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പെയിൻറ്റും കുറച്ച് ഒരു 3-4 ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നമുക്ക് പ്രാദേശികമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില പാഴ്വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു വിദ്യ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതും കൂടെ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതത് സമയത്ത് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കെന്നാ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ പോട്ടിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കലങ്ങളൊക്കെ ഉപയോഗിക്കട്ടെ, പഴയ കലങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ. ഇതിപ്പോൾ ഞാൻ പുറത്ത് കിളികൾ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് കൂട് കൂട്ടി താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കിളിക്കൂടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോട്ടൊക്കെ സാധാരണ നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള ഈ കളിമൺ പാത്രങ്ങൾ, ടെറാക്കോട്ടയൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും. അതുപോലെ ഇതിലുപയോഗിക്കുന്ന പെയിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ആക്രിലിക് കളേഴ്സാണ്. അത് പലതരത്തിലും വാങ്ങാൻ കിട്ടും നമുക്ക്. ഇതുപോലെ ചെറിയ പിന്നെ ബോട്ടിലിൽ കിട്ടും. ഇതൊക്കെ ഒരു 3 എണ്ണത്തിന് 50 രൂപയെ താഴെയൊക്കെ വരുള്ളൂ. ഈ ബോട്ടിൽ ചെറുതാണ്. ഇതല്ലാതെ നമുക്ക് കുറച്ചും കൂടെ വലിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. ഇതിനൊരു 80 രൂപയൊക്കെയാണ് ഒരു ബോട്ടിലിന് വില. പിന്നെ ഇത് വലിയ ബോട്ടിലാണ്. അധികം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇത് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഇത് ആർട്ടിസ്റ്റിക് അക്രിലിക് കളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സെറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതൊക്കെ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്. കുറച്ചധികം വിലയുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. നിങ്ങൾ ഇത് വാങ്ങണമെന്നില്ല, ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പം ആദ്യം തന്നെ നമുക്കിതിൽ ബ്ലാക്ക് അടിക്കണം. ഫുള്ള് ഇതിൽ ബ്ലാക്ക് അടിക്കണം. ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത അത് പെട്ടെന്ന് ഉണങ്ങുന്നുള്ളതാണ്. നമ്മളൊരു ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് വെച്ചൊന്നും ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഉണങ്ങി കിട്ടും. നിങ്ങൾക്കിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്ലൂ, റെഡ്, യെല്ലോ ഈ 3 കളർ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യം എല്ലാ കളറുകളും ഈ കളറുകൾ മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പം മുതിർന്നവർ പെയിൻറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഈ കളറുകൾ വാങ്ങിച്ചു കൊടുക്കുക. ബ്ലൂ, റെഡ്, യെല്ലോ ട്ടാ. പിന്നെ ഒരു 2-3 ബ്രഷ്, കുറച്ച് വലിപ്പമുള്ള. അതിൻ്റെ ബ്രഷിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇതുപോലെ ഈ ബ്ലാക്ക് പെയിൻറ്റ് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീതിയുള്ളതുപോലെ ബ്രഷ്, പരന്ന ബ്രഷാണ് നല്ലത്. പിന്നെ റൗണ്ടഡ് ആയിട്ടുള്ള ബ്രഷുകൾ വേണം. ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാൻ. വലിയ ബ്രഷും ചെറിയ ബ്രഷും അങ്ങനെ വലിപ്പമുള്ളതും ചെറുതുമായിട്ടുള്ളൊരു 3-4 ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ഡിസൈനാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡോട്ട്സ് മാത്രമേ ഉള്ളൂ ഇതിൽ, ചെറുതായിട്ട് കുറച്ച് ലൈൻസും. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ട് പുസ്തകത്തിൽ വെറുതെ ഇതുപോലെ റഫായിട്ട് വരച്ച് വയ്ക്കാം. ഞാനിത് വെറുതെ റഫായിട്ട് വരച്ചാണ്. ഈ കുടത്തിലേക്ക് ഇനി ഇത് വരയ്ക്കാം. ഒരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഡിസൈൻ നമുക്കിനി കുടത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു
ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ഒരു വൈറ്റ് പെൻസിലാണ്. ഒരു സാധാരണ പെൻസിലായാലും ഉപയോഗിക്കാം. ചെറുതായിട്ട് അധികം തെളിയിച്ച് വരയ്ക്കേണ്ട, ഡിസൈൻ ഉള്ളതുപോലെ നമുക്ക് വരയ്ക്കാം. ഇതിൽ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അറിയാത്ത പോലെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഇനി പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ പെയിൻറ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു പഴയ എഴുതി തീർന്നൊരു പേനയുടെ ബാക്ക് സൈഡാണ്. കണ്ടോ, ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് പെയിൻറ്റിലൊന്ന് മുക്കാം. മുക്കിയിട്ട് എവിടെയാണ് നമുക്ക് ഡോട്ട് ഇടേണ്ടത് അങ്ങനെ ഡോട്ട് ഇടാം. അതിൻ്റെ ചുറ്റും നമുക്ക് ഒരു പൂ പോലെ ഇങ്ങനെ വരയ്ക്കാം. അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ കളറ് ഇത്തിരി ഡാർക്കായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ആ പെയിൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. അതല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും കളറ് ഡാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ആ കളറിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്താൽ മതി. കണ്ട, മനോഹരമായിട്ടുള്ളൊരു പൂവായില്ലേ. ഇനി ഞാൻ ദേ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഡോട്ട്സ് ഇടുന്നത്. ഇതുപോലെ റൗണ്ടായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട്. കണ്ട, ഇപ്പോൾ ഇത് ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു നോക്കാം. ഇപ്പം എത്ര സിമ്പിളായിട്ടാണ് ഇത്രയും വർക്ക് എത്ര പെട്ടെന്ന് കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ ബഡ്സ് കൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ഡിസൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എവിടെയൊക്കെയാണ് ബ്ലാങ്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഇത് റൗണ്ട് ഷേപ്പുള്ള ബ്രഷാണ്, ചെറുത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നേരത്തെ ലൈൻ ഇട്ടയിലൂടെ ഒന്ന് തെളിയിച്ചു കൊടുക്കാം. സൂക്ഷിച്ചിങ്ങനെ തെളിയിച്ചു കൊടുക്കാം. കുട്ടികൾ ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ മനസ്സ് വേറെ എവിടേക്കും പോവില്ല, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്കും പോവില്ല. ഇതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്ന കുട്ടികൾ പഠിക്കാനും മിടുക്കരായിരിക്കും. നല്ല താല്പര്യം ഉണ്ടാവും അവർക്ക്. ഇപ്പോൾ ഈ ലൈനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടത്, ബ്ലൂ ഷെയ്ഡ്. അതിനിതേ വൈറ്റിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് അതൊന്ന് ലൈറ്റാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിൽ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പുറത്തും ബ്രഷ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അതിന് ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഷേപ്പിൽ തന്നെ നമുക്ക് ഡോട്ട്സ് ഇട്ടാലും മതി കേട്ടോ. നമുക്ക് താല്പര്യമുള്ളത് പോലത്തെ ഡിസൈൻസ് ഡോട്ട്സിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ ബുദ്ധിമുട്ടണമെന്നില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാറില്ലേ, നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമാണ്, കിട്ടുന്ന ആളുകൾക്ക് അതിലേറെ സന്തോഷമാണ്. ഇപ്പോൾ അത് ഇത്രയായിട്ടുണ്ട് വർക്ക്. ഇനി നമുക്ക് ഈ കാണുന്ന സ്പേസിൽ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാം. ഇതുപോലെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ സൂക്ഷിച്ച് വെച്ചേക്കണം. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കും നമുക്ക്. നമുക്ക് ഇവിടെയും കൂടെ പെയിൻറ് ചെയ്യാം. ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഭാഗം ഇതുപോലെ സൂക്ഷിച്ച് പെയിൻറ് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഈ പോട്ട് പെയിൻറ്റിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. ഇത് ഞാൻ ഇതിന് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇതിവിടെ ഇങ്ങനെ വെക്കാനുള്ളതാണ്. ഇത് കിളിക്കൂടായതുകൊണ്ട് ഇതിങ്ങനെ കെട്ടിത്തൂക്കിയിടുമ്പോൾ താഴ്ഭാഗത്ത് കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അടിയിലും കൂടെ ഞാൻ പെയിൻറ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ
ഞാൻ വേറെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടണും കൂടെ അമർത്തണം, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ.